ഹായ് ഹലോ, ഞാൻ ഷബ്സുമിഷ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേണാട് പാൽക്കൊഞ്ചുമായിട്ടാണ്. അപ്പോൾ ഒട്ടും ടൈം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൊഞ്ച് ഫ്രൈ ചെയ്യാനുള്ള മാരിനേഷന് വേണ്ടത് ടർമറിക് പൗഡർ, ചില്ലി ഫ്ലേക്സ്, പിന്നെ സാൾട്ട്. ആവശ്യത്തിനുള്ള കൊഞ്ചെടുത്തിട്ട് നന്നായിട്ട് മാരിനേഷൻ ചെയ്ത് വെക്കുക. കൊഞ്ച് മാരിനേഷൻ ചെയ്യുന്ന സമയത്ത് പലരും ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാറുണ്ട്, ബട്ട് ഞാൻ ഇന്നിവിടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടില്ല. മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചിലേക്ക് ചോപ്പ്ഡ് ഗാർലിക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അടുപ്പിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് കടായി എടുത്ത് വെച്ച് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ട് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ച് ഓരോന്നെടുത്തിട്ട് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ വെക്കുക. കൊഞ്ച് കുക്കാവാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒരു ബൗൾ എടുത്തിട്ട് തേങ്ങാപ്പാൽ 1/4 പാലിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്ത് വെക്കുക. തേങ്ങാപ്പാലിലേക്ക് കട്ട് ചെയ്ത കറി ലീഫും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഫ്രൈ ആയിട്ട് വന്നിട്ടുള്ള പ്രോൺസിലേക്ക് ഒരു 2 തവി കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ഡ്രൈ ആകുന്നവരെ വെക്കുക. ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് സ്ലൈഡ്സ് ചെയ്ത് വെച്ച ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ജൂലിയൻ കട്ട് ചെയ്ത് വെച്ച ജിഞ്ചറും റോ ഫ്ലേവർ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫൈനലി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് മിൽക്ക് എടുത്തിട്ട് പ്രോൺസിലേക്ക് ചേർക്കുക. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു വടന്ന് കുക്ക് ചെയ്യേണ്ട, ഒന്ന് നന്നായി തിളച്ച് വന്നാൽ മാത്രം മതി. നല്ല മൊരിഞ്ഞ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് വേണാട് പാൽക്കൊഞ്ച്. ഞാനിവിടെ സെമി ഗ്രേവിയാണ് ആക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യണം.